പറഞ്ഞാൽ ഇപ്പൊ പേരൻസ് യൂഷ്വലി ഒരാള് അച്ഛനും അമ്മ ആരെങ്കിലും ഒരാളൊക്കെ സർവീസിലിരിക്കും നമ്മൾ കാണാറുണ്ട്. രണ്ടാളും ഇരിക്കുന്നവരുടെ നമ്മൾ വളരെ കുറച്ചല്ലേ ഇങ്ങനെ കാണാറുള്ളൂ. അപ്പൊ രണ്ടാൾക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ തിരക്കുകൾ കാണും. അപ്പോ വർക്ക് പ്രഷർ കാണും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പല ടൈമിലും പല മൂഡായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കെയർഫുൾ ആയിട്ടായിരിക്കും ഇതിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. കെയർഫുൾ എന്ന സെൻസ് നമ്മളൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചൊരു കാര്യം കിട്ടുക അങ്ങനെ തന്നെ കണ്ടില്ല. ഇവര് ബിസി ആണല്ലോ. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഇവര് ബിസി ആകുമ്പോഴത്തേക്ക് ഐ യൂസ് ടു ഫീൽ ബാഡ്. നമുക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നില്ല. പ്രത്യേകിച്ച് എന്റെ ഉമ്മ ഭയങ്കര വർക്കഹോളിക്കാ. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോണെന്ന് പറഞ്ഞാൽ അപ്പൊ കളഞ്ഞിട്ട് പോകും. അപ്പൊ നമ്മള് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും നോക്കത്തില്ല. അപ്പൊ നമ്മളത് കാരണം എല്ലാത്തിനും അതിൻ്റെതായ ഗുണമുള്ളതാണ്. നമ്മളത് കാരണം വളരെ സെൽഫ് സഫീഷ്യൻ്റ് ആയി. നമ്മൾ നേരെ ഫുഡ് ഉണ്ടാക്കി കഴിക്കും, നമ്മൾ സ്വയം നോക്കും, നമ്മൾ വീട് നോക്കും, നമ്മൾ എവിടെ പോയാലും അതുപോലെ തിരിച്ചു വരും. എന്നിട്ട് ഉമ്മാരെ ഈ ഒരു വർക്കഹോളിക് ഇത് കാരണം എനിക്കും ഒരു വർക്കഹോളിക് ഫീച്ചറാണ്. ഒരു മെറ്റേണൽ എനിക്ക് മക്കളുണ്ടാവണം, അവരെ ഭയങ്കര പൊന്നുപോലെ, അതാണ് എന്റെ ജീവിതം എന്നുള്ളത് തീരെ അല്ല. അല്ല 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 ഞാൻ ഭയങ്കര വർക്കഹോളിക് ആയിട്ട് എനിക്ക് വർക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കണം, എനിക്കത് ചെയ്തോണ്ടേ ഇരിക്കണം എന്നുള്ളൊരു സംഭവം. പിള്ളേരാകുമ്പോൾ പിള്ളേർ അവരുടെ വഴിക്ക് നോക്കും, നമ്മൾ എന്തിനാ അതിന്റെ പിറകെ കുറെ ഒക്കെ അങ്ങ് നോക്കുന്നെന്നുള്ളൊരിതാ. ആവശ്യത്തിനുള്ള എല്ലാം കൊടുക്കണം, സ്നേഹം എല്ലാത്തിനും നമ്മൾ ഉണ്ടാവുന്ന കാണിക്കണം എന്നുള്ളതല്ലാതെ ഓവറായിട്ട് കേറ്റർ ചെയ്യുന്ന സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല, ഞാനും കൊടുക്കത്തില്ല. ഇല്ല, എനിക്ക് കിട്ടാത്തൊന്നും ഞാൻ കൊടുക്കൂല എന്നൊക്കെ. അയ്യോ അയ്യോ ഭയങ്കര തങ്കപ്പെട്ട വാപ്പായ, അതായത് സ്നേഹം കിട്ടാതെ വളർന്ന ഒന്നും അല്ല. തങ്കപ്പെട്ടവരാ. അത് ഉമ്മ എങ്ങനെ കേൾക്കുന്നുണ്ടെന്ന് ആലോചിച്ചോ? തങ്കപ്പെട്ട വാപ്പ മാത്രം പറയുന്നത്. തങ്കപ്പെട്ട വാപ്പ. എന്റെ ഉമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ ഉമ്മാരുടെ ഉള്ളിൽ മറ്റേ സ്വർണ്ണ ഖനി പോലെ ഭയങ്കര സ്നേഹമാണ്. ഇത് വീട്ടിൽ ചെന്ന് സൈക്കോളജിക്കൽ മൂവ് ആണ്. എല്ലാരും പ്രേക്ഷകർ നോട്ട് ചെയ്യണം. ബാപ്പയും ഉമ്മയും ഇത് മാത്രം കാണാതെ ഈ പറഞ്ഞ സ്റ്റാറ്റസ് ഇടും. എന്റെ ഉമ്മ സ്വർണ്ണക്കനിയാ, വാപ്പ തങ്കപ്പെട്ട. അത് മാത്രം എടുത്ത് സ്റ്റോറി സ്റ്റാറ്റസ് അവര് വർക്കഹോളിക് ആയതുകൊണ്ട് ഇത് കാണാനും ടൈം കാണൂലല്ലോ. അങ്ങനെ ഒരു ഗുണമുണ്ട് ഗൈസ്. നല്ലൊരു ഗുണമുണ്ട്. സിനിമയൊക്കെ അവര് ഫസ്റ്റ് ഡേ വന്ന് കണ്ടിരുന്നു? ഇല്ല. അയ്യോ ഈ ചോദ്യം ഞാനിനി എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഉമ്മ വർക്കഹോളിക് ആയതുകൊണ്ട്, ഇലക്ഷൻ ഡ്യൂട്ടി ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളിക്കാരിയുടെ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടുകാരും പോയില്ല. അതുകൊണ്ട് അവരാരും കണ്ടിട്ടില്ല. അത് അടുത്ത സൈക്കോളജിക്കൽ മൂവ് ആണ്. ഇതെല്ലാം പ്രേക്ഷകർ തിരിച്ചറിയണം. വീട്ടിലാരും കണ്ടിട്ടില്ല. നോക്കട്ടെ, പോയില്ലെങ്കിലാണ് ഞാനും ഒരു പോലീസുകാരിയാവാൻ പോകുന്നത്. അതെ, വേറൊരു മുഖം. അതെ, അത്ര ലാസ്റ്റ് ഇല്ല അവരുടെ മുമ്പില്. എന്തായാലും കുറച്ച് നമ്മൾ ട്രൈ ചെയ്യും. അതെ, എനിക്ക് ചിരിച്ചിരിച്ചിവിടെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് മറ്റേ ആടിനകത്തിലെ പറയുന്ന പോലെ ഷമീർ സാറേ ഷമീന്നാണ് കറക്റ്റ് ആയിരിക്കും. അതേപോലെ ആയിരിക്കും ലാസ്റ്റ് ചെന്നിട്ട് കാണണം എന്നുള്ള രീതിയിൽ, ഇവിടുന്ന് വലിയ രീതിയിലൊക്കെ പോയിട്ട്. അപ്പൊ ഇനി എന്താ പറയാ, വരാൻ പോകുന്ന പ്രോജക്ട്സ് ഒക്കെ എന്തൊക്കെയാ? നിങ്ങൾ എന്തെങ്കിലും ഇപ്പോ അസൈൻ ചെയ്തിട്ടുണ്ടോ? ഇതേപോലെ നമ്മൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വെടിവെച്ച് കൊല്ലുന്നുള്ളത് കൊണ്ട് രണ്ട് പ്രോജക്റ്റ് ഉണ്ടോ? അടുത്ത ദൃശ്യം 3 ഇതുപോലെയാണ്. ഒന്നും ചോദിക്കരുത്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എനിക്കൊരു വീക്ക്നെസ് ആണ്. അയ്യോ, ഒന്നും ചോദിക്കാനും പറ്റില്ല. നമ്മളെല്ലാരും അടുത്ത മൂവിയുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോണ കൂട്ടത്തിൽ ദൃശ്യം എത്തിയപ്പോ നമ്മളൊന്ന് സ്റ്റക്കായി. ഒരു മിനിറ്റ് ഒന്ന് കട്ട് എല്ലാം കത്തിച്ച് ഉരുക്കി കളഞ്ഞതാണല്ലോ. നോ പറഞ്ഞാ മതി. അതെ, അങ്ങനെ ഒരു സെഗ്മെന്റ് വെക്കണം നമുക്ക് മാത്രം. മാത്രം പറഞ്ഞാൽ മതിയല്ലേ സാറ്? അവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സ്നൈപ്പറിന് അടിക്കാം. സ്നൈപ്പറിന് സത്യം അടിപൊളി. കബനി ചേച്ചിയുടെ എനിക്കിപ്പോ ഒരു പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഒരു കോൺസ്റ്റബിൾ ആയിട്ടാണ്, ത്രൂ ഔട്ട് വേഷമാണ്. മാക്സ് ഒക്കെ എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ഇനി പോലീസ് സ്റ്റേഷൻ സന്തോഷത്തിലാണ്. വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കണം, പോലീസുകാരി ആവാൻ എന്തെങ്കിലും ഇതുണ്ടേ പറഞ്ഞാൽ മതി കേട്ടോ. എന്ത് വേണം പറഞ്ഞുതരും. ഓൾ കേരള പോലീസുകാർക്ക് ടിപ്സ് കൊടുക്കാൻ വേണ്ടി. എഴുത്തുകാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ കറന്റ്ലി എന്തെങ്കിലും? എഴുത്തിന്റെ കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്, അല്ലാതെ അഭിനയിക്കുന്നതിൽ പാട്രിയറ്റ് ഉണ്ട്. പിന്നെ അത്
പടങ്ങൾ പറയുമ്പോൾ കുറച്ചുണ്ട്. അതെ അതെ, അങ്ങനെ പറയുമ്പോ കുറച്ചുണ്ട്. കുഞ്ഞു സിനിമയൊക്കെ അതെ, വളരെ ചെറുത്. പിന്നെ കുഞ്ഞു കാസ്റ്റ് ആണല്ലോ. അവിടെ എങ്ങനെയെങ്കിലും ഒക്കെ ആയി വന്നത് എനിക്ക് ഭയങ്കര, അത് ഇപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എപ്പോഴും cut ചെയ്ത് കളയാം എന്നുള്ള രീതിക്കാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞായിട്ട് പറഞ്ഞത്. കുഞ്ഞൊരു പടം. Patriot. അതെ. അയ്യോ, ഞാൻ വേറൊരു കാര്യം, ഞാനത് പറഞ്ഞില്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് ഒരു ഇതായിരിക്കും. ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറുത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. എല്ലാരും തന്നെ അതെ, എല്ലാരും കഴിച്ചു തന്നില്ല. അയച്ചുതരാം. അത് തിരക്കഥയൊക്കെ എഴുതി ഞാൻ തന്നെ അഭിനയിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ഒരു ആ ഒരു അവാർഡ് ഉണ്ട്, ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിന്. അത് December 20 വാങ്ങും. അതാണ്. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഒരു ഡയറക്ടർ കൂടിയാണ്. അതെ, ഡയറക്ടർ കൂടിയാണ്. ഫേസ് നന്നായിട്ട് നോക്കി. അധികം അടുത്തേക്ക് പോകണ്ട. അല്ല, നമ്മുടെ ഇൻഡസ്ട്രിയില് ഫീമെയിൽ ഡയറക്ടേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഒരുപാട് കയറി വരാനുണ്ട്. തീർച്ചയായിട്ടും. ഇപ്രാവശ്യം നമ്മളിപ്പോ 21 നായികമാരെന്ന് പറയുന്നു. എത്ര പടം ഇറങ്ങി, നമ്മളിപ്പോ എത്ര പ്രോഗ്രസീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇത്രയും പേര് ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു സന്തുലിതാവസ്ഥയുള്ള ഒരു സിനിമ എത്ര ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മളിപ്പോഴും ഇൻഡസ്ട്രിയിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ടെക്നീഷ്യൻസും ഡയറക്ടേഴ്സ്, ആ പിന്നണിയിലുള്ള ആൾക്കാർ സ്ത്രീകളായി വരുമ്പോൾ മാത്രമാണ് വരണം. നല്ല സ്ക്രിപ്റ്റുകൾ അങ്ങനെ വരണം. അവിടെയാണല്ലോ ബേസ്. നല്ല സ്ക്രിപ്റ്റുകൾ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് വന്നാൽ അടിപൊളിയായിരിക്കും. റൈറ്റിംഗിന്റെ ടൈപ്പിൽ ഓക്കെ ആണെങ്കിൽ പോലും ഒക്കെ റൈറ്റിംഗ് ഒരു വുമൻ എഴുതുമ്പോഴത്തേക്ക് പിന്നെ ഡീറ്റെയിലിംഗ് കൂടും, ഡീറ്റെയിലിംഗ് ഒരുപാട് കൂടും. ജസ്റ്റ് അപ്പം എക്സിക്യൂഷന് ഇപ്പം ഞാൻ പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആണുങ്ങളാണ് കൂടുതൽ ആ സിനിമ എഴുതുന്നുണ്ടെങ്കിൽ അവര് പെണ്ണുങ്ങളെ നോക്കി കാണുന്ന ഒരു രീതി അതിൽ ഡിപ്പെൻഡന്റ് ആണ്. പോയിന്റ് ഓഫ് വ്യൂസ് വ്യത്യാസം ഡിപ്പെൻഡന്റ് ആണ്. അപ്പോഴത്തേക്കും ഒരു സ്ത്രീ എഴുതുമ്പോ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ന്യൂവാൻസസ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ആക്ച്വലി സ്ത്രീകൾ പൊതുവെ നല്ല കോമഡി ഒക്കെ ഉള്ള, ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള നല്ല രസമുള്ള ആൾക്കാരാണ്. അങ്ങനെ രസമുള്ള ആൾക്കാർ ഒരുപാട് കയറി വരാറുണ്ട്. ഞങ്ങളെല്ലാം മുഖം ഓർമ്മയുണ്ടല്ലോ. ഞങ്ങൾക്ക് 21 പേർക്ക് ടെൻഷൻ ഇല്ല, ബാക്കി സ്ത്രീകൾക്ക് കുറച്ച്. ഞാനൊക്കെ എന്തെന്നറിയോ, നമുക്ക് റോൾസ് കിട്ടാണ്ടായപ്പോ എനിക്ക് സിനിമയിൽ എന്തെങ്കിലും പണി എന്ന് പറഞ്ഞാൽ ഏത് സെറ്റിൽ വേണേ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊന്നിങ്ങനെ ചെയ്തു നോക്കിയാലോ. എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് നമ്മള് ഒരു ലിതേഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് വീട്ടിൽ. അവനിങ്ങനെ നമ്മൾ അവിടെ ആക്ടിങ് വർക്ക്ഷോപ്പ് ഒക്കെ നടത്തിയപ്പോൾ ദുബായിൽ. അപ്പൊ അവനിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവന് ഒതുങ്ങുന്ന രീതിയിലൊരു സ്ക്രിപ്റ്റ് എഴുതി. അപ്പോൾ എനിക്ക് വേണ്ടി ഞാനൊരു ക്യാരക്ടർ എഴുതി. എൻ്റെ ഏറ്റവും അടുത്ത സ്റ്റുഡൻറ്റിന്. അപ്പൊ നോക്കുമ്പോൾ അത് നല്ലൊരു കഥയായി. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ വന്നു. അങ്ങനെയാണ്. അപ്പം അഭിനയിക്കാനുള്ള കൊതി കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വേറെ ആരും വിളിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഇച്ചിരി നന്നായിട്ട് അഭിനയിക്കാറില്ല. വേറെ വഴിയില്ലെന്ന് നമുക്ക് ആരും വിളിക്കുന്നില്ലല്ലോ. വിളിക്കാച്ചാ വർഷത്തിൽ ഒരു സിനിമയ്ക്ക് വരുന്നുള്ളൂ. ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ചില ഭാഗമൊക്കെ ഭയങ്കരമായിട്ടേ ഒരു കുത്തക പോലെയാണ്. ലേഡീസ് എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. ഇന്നലെ അത് പറഞ്ഞു. പക്ഷെ അത് അവളെ കിട്ടിക്കൊണ്ടാവുന്ന ഒരു ഫീല്, ഒരു സന്തോഷം. അതെ. ശരിക്കും അങ്ങനെ എന്താ പറയാ, അവസരങ്ങൾ കുറയാറുണ്ടോ? അവസരങ്ങൾ കുറയാറിഞ്ഞാൽ വർഷത്തിൽ ഒരു 2 സിനിമ ഒക്കെ സംഭവിക്കുന്നുള്ളൂ. പക്ഷെ അതിൽ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചെയ്യുന്നതൊക്കെ നോട്ടബിൾ ആണ്, അടിപൊളി. നല്ല ടീമിന്റെ കൂടെ, അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എനിക്ക് ത്രൂ ഔട്ട് 24 hours സെറ്റിൽ നിൽക്കാൻ ആഗ്രഹമുള്ള സ്ക്രിപ്റ്റ് കുറച്ചുകൂടി അടിപൊളി ആയി കഴിഞ്ഞാൽ, അതായത് സ്ക്രിപ്റ്റിനാണല്ലോ നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സ്. അപ്പൊ അത് അല്ലാതെ നമുക്കിപ്പം നമുക്കൊരു കോണ്ടാക്ട് ഉണ്ടെന്ന് പറഞ്ഞതിനെ കൊണ്ട് ആ ഒരു സിനിമ വരുമ്പോ അതിൽ നമുക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ലുക്ക് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് ആണെങ്കിലും നമുക്ക് ആപ്റ്റ് ആയ ഒരു സംഭവം വരണം. അപ്പോ സ്ക്രിപ്റ്റ് കുറച്ചും കൂടി ലേഡീസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോ അടിപൊളിയാവും. അക്കാലത്ത് നമ്മളെ ജിഷ്ണു ചേട്ടൻ അല്ലെ, ഇത്രയും 21-23 പേരെ വെച്ച് എന്ന് പറയുമ്പോ അത് അടിപൊളിയാണ്. തന്നെ ഇപ്പൊ ഭയങ്കര റിയലിസ്റ്റിക് സിനിമയുടെ കാലമല്ലേ. മേക്കപ്പ് ഒന്നും പകുതി സിനിമകളിൽ ഒരു സമ്മതിക്കാറേയില്ല, നാച്ചുറൽ ആണ്. അപ്പൊ നമ്മുടെ ക്യാരക്ടർ ഇപ്പൊ ഒരു നല്ല സ്ക്രിപ്റ്റ് വന്നാലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ സുഹാനയുടെ ക്യാരക്ടർ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത്രയും ഹൈറ്റും അതേപോലെ പേഴ്സണാലിറ്റിയും വേണം. എന്റെ ക്യാരക്ടർ സുഹാനിക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചില ക്യാരക്ടർ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ടിപ്പിക്കലി അതിന് നമ്മുടെ രൂപഭാവങ്ങളൊക്കെ ആണെങ്കിൽ അവർ നമ്മളെ വിളിക്കും. അങ്ങനെ ക്യാരക്ടേഴ്സ് നമുക്ക് പണ്ടത്തെ പോലെ വരാൻ പോസിബിലിറ്റീസ് കുറവാണ്. പിന്നെ ഒരുപാട് പേര് ഇപ്പൊ ഉണ്ടല്ലോ, അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതിന്റെ ഒരു പ്രശ്നവും ഉണ്ട്. അപ്പൊ അവർക്കും അവസരങ്ങൾ വരണമല്ലോ.